കൂടെയുള്ളവർക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഓടിയെത്തുന്ന കടലിൻ്റെ മക്കളെ 2018 നമ്മൾ കണ്ടതാണ്. ഇത്തവണയും അവരെത്തി. ഇതാ ആറന്മുളയിലെ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് അവർ മടങ്ങുകയാണ്. ഞാൻ കഴിഞ്ഞ 2018 ഇതേ പ്രളയത്തിൽ ഞാൻ പങ്കെടുത്ത ആളാണ്. രണ്ടാമത്തെ വെള്ളാട്ട് ഞാൻ വന്നു. അതുപോലെ ന്യൂസ് മേക്കർ എന്ന പരിപാടിക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും എന്നെ ഇങ്ങനെ വിളിച്ച് ഞാൻ ഈ പ്രളയം അറിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ ഓടി വന്നു. ഇവിടെ എനിക്ക് കുറച്ച് ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. എനിക്ക് നല്ല സന്തോഷമുണ്ട്. അതുപോലെ ഇവിടെ വന്നപ്പോഴും ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഇവിടുത്തെ ഞങ്ങൾ മാത്രമല്ല, ഈ സ്കൂളിൽ പങ്കെടുത്ത ഇവിടുത്തെ എല്ലാ പിള്ളേർക്കും നല്ല കാര്യങ്ങൾ തന്നെ അവരും ചെയ്തത്. ഞങ്ങൾ അവിടെ നിന്ന് 9 ബോട്ടാണ്. 9 ബോട്ടെങ്കിലും ഞങ്ങളിവിടെ 2 ഇങ്ങനെ പല പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ബാക്കിയുള്ള ബോട്ടുകൾ. അപ്പോൾ ഞങ്ങൾ ഈ വിജയം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വിജയം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. അതുകൊണ്ട് ഇനി ഇതുപോലെ ഒരു പ്രളയം വരണ്ട എന്നാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത്. അഥവാ പ്രളയം വന്നാൽ ഞങ്ങളും ഇതുപോലെ വന്ന് എത്തും. കടലിൻ്റെ മക്കൾ ഹീറായിട്ടുണ്ടാകും. കുട്ടികളുണ്ടായിരുന്നു, മുതിർന്നവരുണ്ടായിരുന്നു, ചിലവർ മൃഗങ്ങളെ കൊണ്ടുവരണം. പിന്നെ കുറച്ച് ആളുകൾ നമ്മൾ വള്ളത്തെ കയറാൻ പറയുമ്പോൾ അവർ കയറുന്നില്ല. അവർക്ക് ഫുഡ് വേണം, വെള്ളം വേണം എന്ന് പറയുമ്പോൾ ഈ സാറന്മാർ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് സാധനം തരും, ഞങ്ങൾ അവിടെ കൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെയായിരുന്നു. ഞങ്ങളുടെ ബോട്ട് ചെറുതായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ വെള്ളം ഇറക്കി കഴിഞ്ഞപ്പോൾ ഒടിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ സർക്കാർ നമുക്കത് ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ പരാതിയും വരുമൊന്നും ഇല്ലേ. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമുക്കെല്ലാം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല. ഒന്നാമത് അവർക്ക് പോലും കിട്ടുന്നില്ല. കിട്ടാത്തവർക്ക് കൊടുക്കാനാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഫുഡൊക്കെ എന്ന് പറയുന്നത് നമുക്ക് തോന്നെ ഫുഡൊക്കെ ഞങ്ങൾ വരും തന്നെ ഞങ്ങൾ എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 4-5 ദിവസത്തോളമായി മല്ലപ്പുശ്ശേരി പഞ്ചായത്തിലെ ആറന്മുള ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ധാരാളം പേര് ഒറ്റപ്പെട്ടു പോവുകയും ചെയ്ത ഒരു സംഭവമാണ് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. ഈ സമയത്ത് ഞങ്ങളോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മുടെ മത്സ്യത്തൊഴിലാളികളായ ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് നമ്മുടെ ദേശത്തെത്തുകയും വളരെ കഷ്ടപ്പെട്ട് ഓരോ പ്രദേശങ്ങളിലെ മുക്കിലും മൂലയിലും അവരെത്തി 2ാം നിലയിൽ നിന്നൊക്കെ ആളുകളെ, പ്രായമായവരെ ഉൾപ്പെടെ വയ്യാത്ത രോഗികളായിട്ടുള്ളവരെ എല്ലാം അവരെ ഇവിടെ എത്തിച്ച് കൊണ്ടുവരികയും ക്യാമ്പുകളിൽ സുരക്ഷിതമായി അവരെ കൊണ്ടുപോവുകയും ചെയ്തു. ഞങ്ങളെ സഹായിച്ച, ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങളും അവരോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.